ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു റോഡ് ട്രിപ്പ് പോകാൻ പോവാം. നമ്മൾ സ്റ്റാർട്ടിങ് അഗുംബൈ പോവും, അവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകാനായിട്ടാണ്. സോ ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയി. ഞാൻ ബാക്കി ടീംസിൻ്റെ വെയിറ്റിംഗ് ആണ്, ഫുള്ളി പാക്ഡ്. അപ്പോൾ ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. ബൈ. അങ്ങനെ നമ്മുടെ 4 ദിവസം നീണ്ട റോഡ് ട്രിപ്പ് യാത്ര സ്റ്റാർട്ടാക്കുകയാണ്. ആദ്യം നമുക്ക് കണ്ണൂർ പോയിട്ട് റേനനെ പിക്കാക്കണം. അതിന് മുന്നേ എല്ലാവർക്കും വിശന്ന് പണ്ടാരടങ്ങിയത് കാരണം നമ്മൾ വടകരയിൽ ഒരു കടയിൽ നിർത്തിയിട്ട് ഉപ്പുമാവും പഴംപൊരിയും ചായയൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ കണ്ണൂർ എത്തിയപ്പം നമ്മുടെ മെയിൻ താരമായ റേന എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഒഫീഷ്യലി സ്റ്റാർട്ട് ആക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കി കാസർഗോഡുള്ള നീൽഗിരി റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മച്ചിലി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഏത് സ്ഥലം പോയാലും അവിടുത്തെ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് അവരുടെ ഫുഡ് ഐറ്റംസ് ആണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ മച്ചിലി റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഗീല് വറുത്ത ഫിഷും അവിടുത്തെ ഊണൊക്കെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അഗുംബൈ ട്രിപ്പിൽ തന്നെയുള്ള മെയിൻ കാര്യം പോകുന്ന വഴിക്ക് മച്ചിലി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ ഈ ഫുഡ് ട്രൈ ആക്കണം എന്നായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇച്ചിരി ഒന്ന് ലേറ്റായി. നമ്മൾ വിശന്ന് പണ്ടരടങ്ങിയിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥന ഫുഡൊന്നും തീർന്നു പോലെന്നായിരുന്നു. ചെന്നപ്പോൾ ഉണ്ട് ഒടുക്കത്തെ തിരക്ക്. അവസാനം സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഗീല് വറുത്ത പ്രോൺസും റവേല വറുത്ത ഫിഷും നല്ല കിടിലും ഊണും അങ്ങോട്ട് കഴിച്ചു. റിവ്യൂ പോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ കർണാടക വഴി പോകുന്നവരാണെങ്കിൽ എന്തായാലും റെസ്റ്റോറൻറ്റിൽ കയറി ട്രൈ ചെയ്യാം. നല്ല കിടിലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. അഗുംബൈ ഏകദേശം എത്താറായപ്പോഴാണ് നമ്മളൊരു കിടിലൻ പള്ളി കാണുന്നത്. നമ്മളാരും ഈ പള്ളിനെ പറ്റി അധികം കേട്ടിട്ടില്ല. പിന്നെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി 1759 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പള്ളിയാണ്. അത് കേട്ടപ്പോൾ തന്നെ ആ പള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി അങ്ങോട്ടേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടത് അല്ലേ, ഒടുക്കത്തെ വെയിലുണ്ട്, സൂപ്പറാണ്. അതെ അതെ, നല്ല ഭംഗി കാണാനായിട്ട്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും. നല്ല രസമുള്ള പള്ളിയായിരുന്നു കേട്ടോ, വലിയൊരു പള്ളി. അതിൻ്റെ ബാൽക്കണിയിലൊക്കെ വിൻഡോസിലൊക്കെ ഇങ്ങനെ പല കളേഴ്സ് സ്റ്റിക്കേഴ്സ്, അതിലിങ്ങനെ ലൈറ്റ്സ് അടിക്കുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ പള്ളിക്കൊരു കുളമുണ്ട്. ആ കുളത്തിൽ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം ഇരുന്നു. കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചർച്ചിൽ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേഗം വണ്ടി എടുത്ത് നേരെ അഗുംബൈയിലേക്ക് വിട്ടു. കാരണം സൺസെറ്റിന് മുന്നേ അവിടെ എത്തണം. സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ വേഗം എത്തണം, ലേറ്റ് ആവാൻ പാടില്ല. ഇച്ചിരി ലേറ്റായി. പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫുൾ ഇങ്ങനെ മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു ആ റൈഡ് പോകാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിലെത്തി. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വളവിലൊക്കെ ആയത് കാരണം നമ്മൾ കുറച്ച് മാറി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു. ഇതെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വഴി ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടാണുള്ളത്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ചുറ്റും നമ്മൾ വന്ന റൂട്ടൊക്കെ കാണാം. ഈ സൺസെറ്റ് വ്യൂ പോയിന്റിൻ്റെ അറ്റത്ത് നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, അതായത് ഈ മല കയറി വരുന്ന വണ്ടികളും അങ്ങോട്ട് ദൂരെയുള്ള കുറേ മലകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു, കുറേ നേരം സ്പെൻഡ് ചെയ്തു. സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മാൽഗുഡി ഹോം സ്റ്റേ ആണ്. എയർബിഎൻബി വഴി നമ്മൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ടാണ്. ചുറ്റും കുറേ മരമൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്തു എന്തൊക്കെയാ എന്നൊക്കെ അറിയാനായിട്ട്. നമ്മൾ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഗണേഷ് ഹോട്ടലിൽ കഴിക്കാൻ കയറി. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇവിടുത്തെ ഗീ റോസ്റ്റും ഗീ മസാല ദോശയും ഒക്കെ ഒരു രക്ഷയില്ല. നമ്മൾ ഇത് രണ്ടും ഓർഡർ ചെയ്തു. പിന്നെ കുറേ ചാട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ ഫ്രൈഡ് റൈസ് വാങ്ങി, പിന്നെ ചായ, കുറച്ച് പേര് ഹോർലിക്സും കോഫിയൊക്കെ വാങ്ങി. കിട്ടില്ലെന്ന് വെച്ചാൽ എല്ലാം സൂപ്പർ. പിന്നെ ഫുഡൊക്കെ തിന്ന് നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് ഇന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇറ്റ്സ് ഡേ 2 ഇൻ അഗുംബൈ. രാവിലെ തന്നെ എണീറ്റ് ഫുൾ റെഡിയായി. കാരണം നമുക്ക് ഏകദേശം 46 മിനിറ്റ്സ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ആദ്യം പോകുന്ന കവേല ദുർഗ ഫോർട്ടിലേക്കാണ്. ചെറിയ ട്രെക്കിംഗ്, ആകെ ടോട്ടൽ 4 കിലോമീറ്റർ ട്രെക്കിങ്ങാണ്. അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവരും റെഡി ആവണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയാവും, തളർത്ത് പോവും അതിൽ കൂടെ നടക്കുന്നത്. നമുക്ക് ഫുഡ് സ്റ്റേ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിടിലം പുലാവും ചമ്മന്തിയും കോഫിയൊക്കെ തന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ കവേല ദുർഗ ഫോർട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴി ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം സൺറൈസ് ആയി വരുന്നതേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെക്കിങ്. ഞാൻ പറഞ്ഞില്ല ടോട്ടൽ 4 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ കാത്തൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുട്ടൻ. നല്ല രസമുണ്ടായിരുന്നു. ഇവൻ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു കുറച്ച് ദൂരം വരെ.
അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ ആ ചെറിയ ട്രെക്കിംഗ് സ്റ്റാർട്ടാക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറേ കുളവും കാര്യങ്ങളും ഭയങ്കര സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഫുൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. ഇങ്ങനെ ചില സിനിമയിലെ മ്യൂസിക് സീൻസിലൊക്കെ ഉള്ള പോലെ പാട്ടൊക്കെ പാടി കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്താൽ ആ വഴി അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ പാടത്തിന് ശേഷമായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രോപ്പർ ട്രെക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള പാത്ത് ഉണ്ട്, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് നമ്മൾ സമാധാനത്തോടെ കാടും എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ട്രെക്കിംഗ് ആണ്. നമ്മൾ കുറച്ചധികം നേരത്തെ അത് കാരണം നമുക്ക് അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. വെയിലുണ്ട്, ബട്ട് സ്റ്റിൽ അത്രയ്ക്ക് മറ്റേ പൊള്ളുന്ന വെയിലോ ക്ഷീണാക്കുന്ന വെയിലൊന്നും അല്ല. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് ഈ ഒരു ട്രെക്കിങ്ങിന് വന്നാൽ മതി. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നല്ല രസമുള്ള ഈ എസ്പെഷ്യലി സൺറൈസ് ആയി വരുന്നൊരു ടൈമായത് കാരണം ഈ മരത്തിനിടയിൽ കൂടിയൊക്കെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ കരുതിയത് കൊണ്ട് ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കാനും ഒക്കെ സുഖമായിരുന്നു. പിന്നെ ഓൾറെഡി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയുള്ള ഒരു ചെറിയ കടയിൽ നമ്മൾ ആ ചേച്ചിയുടെ അടുത്ത് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ കയറി നല്ല കിഡിലും മോര് കുടിച്ചിരിക്കുന്നു. അപ്പം എത്ര ക്ഷീണിച്ചാലും മനസ്സിൽ ആ ഒരു സംഭവമുണ്ട്. പിന്നെ ചെറുതായിട്ട് ഈ ഒരു ട്രെക്കിങ്ങിന്റെ മെയിൻ ഗൈഡ് ഞാനായിരുന്നു. കാരണം 3 വർഷം മുന്നേ ഞാൻ ഈ സെയിം സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അല്ല, എൻ്റെ കൂടെയുള്ള അക്ഷേട്ടനും ഇതിന് മുന്നേ വന്നിട്ടുള്ളതാ. പക്ഷെ ഞാനായിരുന്നു ഇങ്ങനെ ഫുൾ ഈ വഴി കൂടെ പോകണം, ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും, അത് കാണാൻ പറ്റും. അക്ഷേട്ടനൊക്കെ എത്രയോ വർഷം മുന്നേ വന്നിട്ടുള്ളതാ. ഞാൻ റീസെന്റ് ആയത് കാരണം ഞാൻ ഫുൾ ഗൈഡും കാര്യങ്ങളായിട്ട് ഇതിന് മുമ്പിൽ കൂടെ നടക്കുമായിരുന്നു. അതിനനുസരിച്ച് ഇവരുടെ നിന്ന് നല്ലപോലെ എനിക്ക് കളിയാക്കലും കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് അത് പൊട്ടത്തരമായിരുന്നു. എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ 3 വർഷം മുന്നേ ഇവിടെ വന്നപ്പം ഈ ഫോർട്ടിന്റെ തന്നെ അതായത് ഫോർട്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലൊരു മല കയറാൻ പറ്റും. പക്ഷെ അത് ആക്ച്വലി റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം ഇപ്രാവശ്യം എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഈ ഫോർട്ടിനുള്ളിലേക്ക് കിടക്കുമ്പം കുറേ ടെമ്പിളും പിന്നെ ഫോർട്ടിന്റെ കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര രസമാണ്. അതായത് ആ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഒരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് നല്ല ക്ലിയർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടിയിൽ വരെയുള്ള എല്ലാ സാധനങ്ങളും കാണാം. ആണ് വരുന്നത്. നമ്മൾ കുറച്ചു നേരമൊക്കെ കണ്ടു. നമ്മളവിടെ ആ ഒരു കുളത്തിന്റെ മുകളിലായിട്ടാണ് ഞാൻ പറഞ്ഞ മല ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെയിനെ വിട്ടാൻ ചോദിച്ചു. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇവിടം വരെ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വിഷമിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ അനന്തഭദ്രത്തിലെ പോലത്തെ ഒരു സിമിലർ കുളം കാണുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് അവിടെ കുറച്ചു നേരം കണ്ടു. അതിൻ്റെ അടുത്തായിട്ട് കുറെ സർപ്പത്തിൻ്റെയൊക്കെ വിഗ്രഹവും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഗുംബെ ഈസ് ഫേമസ് ഫോർ കിങ് കോബ്ര. സോ അതിൻ്റെതായിട്ടുള്ള കുറേ സൈൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഫോർട്ടിൽ കൂടെ നടക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ ചെറുതായിട്ട് കിങ് കോബ്രനെ വല്ലയിടത്തും കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരിടത്തും കണ്ടില്ല. അങ്ങനെ നമ്മുടെ 4 കിലോമീറ്റർ നീണ്ട ചെറിയ ട്രെക്കിംഗ് അവസാനിച്ചിട്ട് നമ്മൾ നേരെ ചേച്ചിയുടെ കടയിൽ മോര് കുടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ട്രെക്കിങ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അധികം ആൾക്കാരും ഇല്ല, ആൾക്കാരുമേ ഉണ്ടായില്ല. ഫുള്ളിങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് ഫോർട്ട് ഫുള്ള് കാണാം. അങ്ങനെ നമ്മൾ അവസാനം ചേച്ചിയുടെ കടയിലെത്തി. ഇവിടെ നിന്ന് നല്ല കിഡിലൻ മോര് എന്ന് വെച്ചാൽ കിഡിലൻ മോരായിരുന്നു. ആ മോര് കുടിച്ചിട്ട് നമ്മൾ ഓൺ ടു നെക്സ്റ്റ് ലൊക്കേഷൻ. ചേച്ചിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു, സിറിമാനെ ഫോൾസും പിന്നെ ചേച്ചി ഒരു ഫേമസ് പോയിറ്റിന്റെ സ്ഥലവും പറഞ്ഞു. അപ്പം അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം നേരെ സിറിമാന ഫോൾസിലേക്ക് പിടിച്ചു. ഇതൊരു വാട്ടർഫോൾസ് ആണ്. അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. വാട്ടർഫോൾസ് കാണാൻ നമുക്ക് പേയ്മെന്റ് ഉണ്ട്. പെർ പേഴ്സൺ 50 ആണ് ഫോർ അഡൽട്സ്. അപ്പം നമ്മൾ ഈ ഒരു കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴെ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താൻ. ഇതും എന്തോ ഭാഗ്യം നമ്മൾ പെർഫെക്റ്റ് ടൈമിലായിരുന്നു. കാരണം തീരെ ആൾക്കാരുണ്ടായില്ല. പൊതുവെ വാട്ടർഫോൾസിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം അത്യാവശ്യം നല്ല ആൾക്കാരായിരിക്കുമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ നമ്മൾ തീരെ വിചാരിച്ചില്ല. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നപ്പം ആ വാട്ടർഫോൾസിന് അവിടെ ആകെ 1-2 ആൾക്കാരെ ഉണ്ടായുള്ളൂ. അപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ബോധം വന്നത്. അതായത് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് കുളിക്കായിരുന്നു. നല്ല കിഡിലൻ വെള്ളം, എന്ത് രസമായിരുന്നു ആ വാട്ടർഫോൾസ് കാണാനായിട്ട്. അതിലൊന്നും തീരെ ആഴമില്ല വെള്ളത്തിന്. അപ്പം നമുക്ക് വാട്ടർഫോൾസിന്റെ അടിയിലൊക്കെ പോയി ഇങ്ങനെ സമാധാനത്തോടെ നിന്ന് കുളിക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അതിലും ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട റേനയുടെ ആദ്യത്തെ വാട്ടർഫോൾസ് ആയിരുന്നു ഇത്. അവൾ ആദ്യമായിട്ട് വാട്ടർഫോൾസ് കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഓൺ ടു നെക്സ്റ്റ് ലൊക്കേഷൻ കുന്ദാദ്രി ഹിൽസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരാനായിരുന്നു. കാരണം ഇതായിരുന്നു കുറച്ചുകൂടി അടുത്തുണ്ടായിരുന്നത് സിറിമാനെ ഫോൾസിനെ കാട്ടിലും. പക്ഷേ നല്ല നട്ടുച്ച സമയമായത് കാരണം കരിഞ്ഞു പോവും എന്നുള്ളത് കാരണം നമ്മളത് ഈവനിങ്ങിലേക്കാക്കി. അങ്ങനെ നമ്മൾ വന്നത് ഏകദേശം പെർഫെക്റ്റ് ടൈമായിരുന്നു.
ഈവനിങ് എന്ന് പറയുമ്പം ഇത് ആകെ 5 മണി വരെ ഉള്ളൂ. സോ അതിന് മുന്നേ എത്തണം. കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറി മുകളിലെത്തുമ്പോൾ ഇങ്ങനെ കിടിലനൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. നല്ല രസമാണ്. ഫുൾ നമുക്കൊരു 360 ഡിഗ്രി കാണാം എല്ലാ സ്ഥലങ്ങളും. അവിടെ നമുക്ക് ആ പാറയുടെ മണ്ടയിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത്, അതിന് നടുക്കായിട്ടൊരു കുളമുണ്ട്. കുളത്തിനകത്ത് കുറേ ഫിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അധികം വെയിലായത് കാരണം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പക്ഷെ കുളമൊക്കെ കണ്ടു, കാഴ്ചയൊക്കെ കണ്ടു. ഏറ്റവും മുകളിലായിട്ടൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ ഫുൾ ചുറ്റിക്കറങ്ങി ആ ടെമ്പിളിലെ കാര്യങ്ങളും വിഗ്രഹങ്ങളും കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇറ്റ് വാസ് വെരി നൈസ്. ആ ടോപ്പിലായിട്ടുള്ള ടെമ്പിളും ആ ഒരു കാഴ്ചയൊക്കെ. അതിനുശേഷം നമ്മൾ 5 മണി, ഏകദേശം 4:30 കഴിഞ്ഞു. അപ്പോൾ 5 മണിക്ക് ഗേറ്റ് പൂട്ടുന്ന താഴേന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൺ ടു നെക്സ്റ്റ് ലൊക്കേഷൻ. നമ്മൾ ഇനി പോകുന്നത് ശ്രീ കുവംപു എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിലെ ഫേമസ് ആയിട്ടുള്ള കന്നഡ റൈറ്ററിൻ്റെ വീട്ടിലേക്കാണ്. സോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിയം പോലെ ഇപ്പം നമുക്ക് ഫുൾ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് എൻട്രൻസിനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ, അതും ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പം നമ്മൾ വേഗം കണ്ട് തിരിച്ചിറങ്ങി. ഇനി നമുക്ക് വേഗം റൂം എത്തണം ഇരുട്ടുന്നതിന് മുന്നേ. അങ്ങനെ അഗുംബെ കാഴ്ചകളുടെ എൻഡിങ് ആണെന്ന്. നാളെ രാവിലെ എണീറ്റിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് തിരിക്കാനുണ്ട്. സോ ദിസ് വാസ് എ സ്മോൾ റോഡ് ട്രിപ്പ് ടു അഗുംബെ.